ഇത് മെറ്റലാണെന്ന് പറഞ്ഞപ്പോ അധികം ആർക്കും വല്ലാതെ വിശ്വാസം ഉണ്ടായിട്ടുണ്ടാവില്ല. കണ്ടങ്ങള് കോൺക്രീറ്റിങ്ങൾ നടക്കണം അപ്പുറത്ത് മേലെ. ഇത് ശരിക്കും 1600-കളില് മാണിക്യ, അതായത് ഏതായാലും അങ്ങനെ ആ കാണുന്ന വേലിക്ക് അപ്പുറം ബംഗ്ലാദേശ്. ഹായ് 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 ചെങ്ങന്മാരെ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാ, ചെങ്ങന്മാരെ, അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ത്രിപുരയിലാണ്. ത്രിപുരയിൽ ബോക്സ് നഗറിലേക്കാണ് നമ്മൾ വന്നത്. ബോക്സ് നഗറിലേക്ക് എത്തിയിട്ടില്ല, ബോക്സ് നഗറിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു വഴി എന്ന് പറയുന്നത്. ഇന്നലെ നമ്മൾ കിടന്ന് ഉറങ്ങിയിരുന്ന ഒരു പറമ്പ് അല്ലേ, എന്നാലും ഇവിടെ വണ്ടി സൈഡാക്കി ഇവിടെ തന്നെ കിടന്നു. ആരുടെ ശല്യം കാര്യമൊന്നും ഉണ്ടായില്ല അല്ലേ. അതെ, ഇവിടേക്ക് വണ്ടികളൊക്കെ വന്നിരുന്നു. ഇവിടുത്തെ ആളുകളൊക്കെ വന്ന് അവരവരുടെ എന്താ പറയുക രീതിയിലുള്ളൊരു എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ ഓല ഭാഗത്ത് ഇരുന്ന് ഓല കാര്യം നോക്കിയിട്ട് ഓലോട് പോയി. ഓല പരിപാടികളൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ളൊരു ഒത്തുകൂടൽ അല്ലേ, അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ പോയി. എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലത്ത് നിൽക്കാൻ പേടിയില്ലേ? സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണോ ധൈര്യം വരുന്നത് അല്ലേ. ഇങ്ങനെ നിൽക്കുമ്പോൾ അത്ര വലിയ സേഫ് ആണെന്നൊന്നും ഞാൻ പറയണില്ല. നമുക്ക് എന്താ പറയുക, ഏത് നിമിഷം എന്ത് നേരിടാം എന്ന് കണ്ടിട്ട് മാത്രമേ നിൽക്കാൻ വേണ്ടി പാടുള്ളൂ. മറ്റേതാകുമ്പോ കാതർച്ചയാണ്, എല്ലാം പറഞ്ഞു വെക്കണം എവിടുന്നാണ് ഏതാണ്. നമ്മളൊരു സ്ഥലത്ത്, പമ്പിലാണെങ്കിൽ പിന്നെ വലിയ വിഷയമല്ല. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ ആരാ എന്താ എവിടുന്നാ ആളുമ്മ ചോദിക്കും, നമ്മളെ കാണുന്നവരൊക്കെ ചോദിക്കും. പിന്നെ ഉള്ളത് ധാബയാണ്. ധാബ നമ്മളിപ്പോൾ ഈ വഴിക്ക് പോകുന്നിട്ട് ധാബയൊന്നും അധികമല്ല. പിന്നെ ധാബയിൽ ഇപ്പോൾ ഞങ്ങൾ വല്ല നിൽക്കലില്ല. ധാബയിൽ ഇവിടെ നിൽക്കണമെങ്കിൽ ഫുഡ് കഴിക്കും വേണം. നമ്മൾ ഫുഡ് നമ്മൾ കുക്ക് ചെയ്യണോണ്ട് നമുക്ക് അതിനുള്ള മനസ്സ് വരുന്നില്ല അവിടെ നിൽക്കാൻ. പാർക്കിംഗ് ഫീസ് കൊടുക്കണം 100-200. അതിനൊക്കെ നല്ല ഇതിൽ നല്ല സ്വസ്ഥമായിട്ട് സുഖസുന്ദരമായിട്ട് നമുക്ക് നമ്മുടെ പരിപാടി നോക്കി കിടന്നുറങ്ങാം. എന്നാൽ പോകല്ലേ. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ലൈക്ക് അടിക്കാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വൺ ലൈഫാണ്, വൺ ലൈഫായിട്ട് തന്നെ പോകേണ്ടിട്ടുണ്ട്. ഏതായാലും ഇന്ന് പോകാനുള്ള സ്ഥലങ്ങൾ ഒരുപാടൊന്നും ഇല്ലെങ്കിലും പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ സുന്ദരമായ ഒരു യാത്ര തുടങ്ങാം അല്ലേ. ഒക്കെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ആടാം. ഇനി നമ്മൾ ഇവിടുന്ന് റൈറ്റ് തിരിയണം. ഇതൊരു ധാബയാണ് അല്ലേ. ഇത് ധാബ പോലെ ആയിരുന്നു, ഒരു ഹോട്ടലായിരുന്നു. അത് രാവിലെ ഒന്നും അത് ഓപ്പൺ അല്ല. ഇവിടെ ഇഷ്ടംപോലെ ഓട്ടോറിക്ഷകൾ ഉണ്ട് കേട്ടോ. ഈ ചെറുവണ്ടിയിൽ തന്നെ 7-8 ആളുകളൊക്കെ പോകും. അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. 500-600 അത്ര കിട്ടിയ മതി. 10 റുപ്യാണല്ലേ, 10 റുപ്യ ചോടിനോട്. 10 റുപ്യ, അതായത് മടക്കംപുളിയാണ്. അല്ല, നമ്മളെ ട്രിപ്പ് കൂടിയില്ല. ട്രിപ്പല്ല, ട്രിപ്പായിട്ട് അധികം ആരും വിളിക്കുന്നില്ല. ഇവിടുത്തെ നെല്ല് എടുക്കണ സംഭവമാണ്. അത് ഇറങ്ങി നോക്കിയാലോ. അതായത് ഈ മിഷൻ എന്താ വെച്ചാല്, ഈ മിഷന്റെ പ്രവർത്തനം ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ. ഈ മിഷൻ എന്താ വെച്ചാല് കൊയ്ത്തല്ല, കറ്റ തല്ലുന്നതിന്റെ പകരമായിട്ട് കറ്റെല്ലാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന മിഷനാണത്. ഇത് മിഷൻ. ഇത് നെല്ല് ഇവരല്ലെങ്കിൽ ഫുള്ളായിട്ട് മുറിക്കണ പരിപാടിയില്ല. അതായത് കുറ്റിക്കൽ വെട്ടണ പരിപാടിയില്ല. കുറച്ച് മേലായിട്ടാണ് ഇവര് കതിര് എടുക്കുന്നത്. അങ്ങനെ കതിരെടുത്തിട്ട് പിന്നെ അവർ ഈ മെഷീനകത്തിട്ടിട്ടാണ് ഇവരിങ്ങനെ നെല്ല് വേറെ അതിൻ്റെ പതിര് വേറെ അല്ലേ. ഇത് നമ്മളവിടെ വേസ്റ്റ് അതിനെ നമ്മുടെ അമ്മമാർ മുറം കൊണ്ട് വീശുന്ന കാണല്ലേ. അതിന് പകരം ഇതില് ആ മെഷീനിൽ അങ്ങനെ കാറ്റും വരുന്നുണ്ടാവാം. ഏതായാലും അങ്ങനത്തെ ഒരു നല്ലൊരു കാഴ്ചയാണ് രാവിലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത് അല്ലേ. ഉഷാറായി. വിശപ്പോ? അതെന്താ? അല്ലേ വിശപ്പിനെ കൂട്ടുന്നതല്ലേ. അങ്ങനെ. ഇത് മെറ്റലാണെന്ന് പറഞ്ഞപ്പോ അധികം ആർക്കും വല്ലാതെ വിശ്വാസം ഉണ്ടായിട്ടുണ്ടാവില്ല. കണ്ടങ്ങള് കോൺക്രീറ്റിങ്ങൾ നടക്കണം അപ്പുറത്ത് മേലെ കോൺക്രീറ്റിങ്ങൾ നടക്കണേ.
വേണ്ട ചട്ടിയിലാണ്ടോ ഇഷ്ടികയാണ് മെറ്റലിന് പകരം ആണ്ടാ അതായി കേടും മെറ്റലിന് പകരം ഇഷ്ടിക ആണ്ടാ മണല് ഇവര് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വീടിന്റെ മെയിൻ സ്ലാബ് വാർക്കുന്നത് അവര് ഇഷ്ടിക ഉപയോഗിച്ചിട്ടാണ്. കല്ല് കിട്ടാല്ലോ അവിടെ. കല്ല് ഇവിടെ പാറ കുറവാണ് അറിയില്ലേ. പക്ഷെ റോഡ് നമ്മള് നോക്കുമ്പോ റോഡിന് ഇവര് അത് ഇടുന്നുണ്ട് കേട്ടോ. റോഡിനല്ലേ അതായത് നമ്മളെ ഹൈവേന്റെ പണി ഇപ്പൊ നമ്മള് വരുന്നിടത്തൊക്കെ കണ്ടിരുന്നു. അപ്പൊ അതിലൊക്കെ മെറ്റൽ തന്നെയാണ്. പിന്നെ സ്കൂളാണ് ഇവിടുത്തെ ഒക്കെ സ്കൂളാണ്. സ്കൂളുകളൊക്കെ സെറ്റ് തന്നെയാണ്. ഓക്കെയാണ് അല്ലേ? സ്കൂളും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ആ ഇത് ചെറിയൊരു ടൗണ്. അതിന്റെ പേരെന്താന്ന് ഇവിടുത്തെ ബോർഡുമേലൊന്നും നമ്മളടുത്ത പോലെ പേരും കാര്യങ്ങളും പേരൊന്നും ഉണ്ടാവില്ല. ഓരോ പരസ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. കൂമനെ നമ്മൾ വിട്ടിട്ടേ നമ്മളിങ്ങനെ പോണ വഴിയാണത്. ഇവിടെ ഈ ഞങ്ങൾ പാടത്ത് കുറേ ആയി ഇങ്ങനെ വല വെച്ച് കെട്ടിയത് കാണുന്നത്. ഇതിലെ ഇവിടുത്തെ പാടങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ഇഷ്ടം പോലെ നെല്ലാണ് കൃഷി ചെയ്യുന്നത്. ഇവിടെ അത്യാവശ്യം ത്രിപുരയിൽ നെല്ല് മാത്രമല്ല എല്ലാവിധ കൃഷികളും ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് ചെറുതെന്തോ ആടാ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. ഇതായിട്ടില്ല. അവിടെ ചേച്ചി ഇരുന്നത് ചെയ്യുന്നുണ്ട്. ഇതുമല്ലോ ചെളി അയച്ചു പോയോക്കാം ഫസ്റ്റ്. ഞാനിത് മുണ്ടുമാണ്. ടൈറ്റ് ഉണ്ടോ? ഓക്കെ അല്ലേ? പോകാൻ വേണ്ടി കഴിയോ? അതാലോചിച്ചിട്ടാണ് ഞാൻ നന്നാ അതെന്താ നോക്കി നോക്ക്. ഇജ്ജ് നോക്കി നോക്കിയാൽ മതി. വൈതനങ്ങ ചേച്ചി കള പറിച്ചല്ലേ അല്ലേ? എന്നാ വാ. പിന്നെ ഇവിടുത്തെ വീടാണ്ടോ ഇഷ്ടിക വീടാണ്. ഇഷ്ടിക പകുതി തേച്ചാണ് ആ വീട്. പിന്നെ ഷീറ്റ് പൊളിച്ച് കയറിക്കോ. ഞാൻ അടക്കാം. ഞാൻ ഉണങ്ങി കിട്ടൂല. ആ ഒരു ചെരുപ്പിന്റെ പ്രശ്നം എന്താ അറിയോ? അത് നനഞ്ഞാൽ പിന്നെ ഉണങ്ങി കിട്ടൂല. നമ്മളെ നാട്ടിലത്തെ അതേ വൈപ്പാ കണ്ടെങ്കിൽ. പോകുവാലൊക്കെ പോയാലേ ഇതിലൊക്കെ എന്താ പറയാ മീനുണ്ടാവും കേട്ടോ. ഇവിടുത്തെ മീൻ എന്നൊക്കെ പറയണത് വളർത്തി മീനാണ്. ഈ പുഴയിലെ മീനൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതൊരു വില്ലേജിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ഹൈവേ ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലടാ അത് പുതിയ അറിയാം. പിന്നെ അതല്ല ഇതില്ല മെയിനായിട്ട് ഈ റോഡ് വില്ലേജുകളുടെ ഉള്ളിൽ കൂടെ പോകണം. അപ്പുറത്തിപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളാണ്. അങ്ങനത്തെ കാഴ്ചയൊക്കെയാണ്. ഇന്നത്തെ നല്ല രസകരമായൊരു ദിവസമാട്ടാ. കൊള്ളാം. നമ്മൾ പഴയൊരു ഓട്ടോ ലൈഫിൽ പോയിരുന്നല്ലേ? ഓട്ടോയിൽ പോയൊരു ഫീൽ നമുക്ക് കിട്ടുന്നുള്ളേ. അത് കിട്ടിച്ചാൽ നമുക്ക് ഇനി മേഘാലയ, അരുണാചൽ, നാഗാലാൻഡ് ഇതിലൊക്കെ സഞ്ചരിച്ചിട്ടും കാണാൻ പറ്റാത്ത കൃഷികളാണ് ഈ ത്രിപുരയിൽ നമ്മൾ കാണാൻ വേണ്ടി പറ്റണത്. അല്ലേ പറയാൻ പറ്റുമോ? അതിൽ പറ്റേ വരാൻ പറ്റുമോ ചോദിച്ചു. അതിലിങ്ങനെ വഴി കാണിച്ചാണ്. ഇത് ഞങ്ങളിത് കണ്ടിട്ടുണ്ട്. ഇതിന് ഞങ്ങൾ പറഞ്ഞിരുന്നത് അന്ന് വെള്ളക്കയറ്റ. ഞങ്ങൾ ഇന്നും പറയുന്നത് വെള്ളക്കയറ്റാണ്. പക്ഷേങ്കിൽ ഇതല്ല ഇതിൻ്റെ പേര് ഞങ്ങൾക്ക് അറിയാട്ടാ. ഞങ്ങൾക്കറിയാം പേര് ഇതല്ലാന്ന്. പക്ഷെ പേരെന്താന്ന് ഞങ്ങൾക്കറിയില്ല. തോട്ടത്തേക്ക് ഇറങ്ങാണ്. വലത് വാല് വെച്ച് കയറിക്കോ. തോട്ടം കെട്ടാനാണല്ലോ തോട്ടത്തിൽ കിടക്കാനാണല്ലോ കയറുന്നത്. എന്നിട്ട് നിങ്ങൾ സാധനം നല്ല വിളഞ്ഞ് നിൽക്കണ്. എന്താല്ലേ നമ്മളിത് പറിച്ചത് ഓർമ്മണ്ടേക്ക് ആന്ധ്രയിൽ അല്ലേ? നമ്മളിങ്ങനെ പറിച്ചെടുത്ത് അത് പച്ചക്ക് നിന്നിട്ട് ഞങ്ങൾ ആകട്ടെ ഇല്ലാതായി. ഇത് കടുകാടാ? ഇത് കടുകല്ലേ? കടുകിന്റെ പോലെ തന്നെയാണല്ലോ. പക്ഷെങ്കിൽ ഇത് ഈ ഇലയാണ് അവർ കഴിക്കാൻ എടുക്കണത്. ഇതിന്റെ ഇലയാണ് ഇവർ കഴിക്കാൻ വേണ്ടി എടുക്കണത് അല്ലേ? പിന്നെ ഇതിൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ത്രിപുരയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇതാണ്ടോ അതപ്പോൾ അവർ കടുകിന് എന്താ പറയാ ഇവരെ ഭാഷ ശോഷ. ഏ നാം കേ മുള മുള്ളി. മുള്ളിയാണത്. ഇത് വാണി നമുക്ക് കണ്ടപ്പോൾ ഓരോട് ചോദിച്ചാൽ ഓല് തരും കേട്ടോ. പക്ഷേ എങ്കിൽ ഓല് ഇതിൽ ഈ ചെറിയ സംഭവങ്ങളില്ലേ ഓലൊക്കെ ഒഴിവാക്കി നല്ല സൈസ് സാധനങ്ങൾ മാത്രമാണ് ഓല് നിലനിർത്തിയിരിക്കുന്നത്. ഇതിൽ മറ്റേ കളർ മാറിയൊരു സാധനം കൂടി ഉണ്ട്. ഇപ്പോൾ രാജ്യം വിട്ട് വന്നതാ എന്താ അറിയാ? ഇങ്ങനെയുള്ള പച്ചപ്പിനെടുക്കില്ല, മൊത്തം പച്ചപ്പ് ഇറങ്ങി വരുന്നു. അതൊക്കെ ഒരു കളവറിയിൽ ഒഴിവാകുണ്ടല്ലേ? അതൊക്കെ കളവറിയിൽ ഒഴിവാക്കുകയാണ്. പിന്നെയുള്ള ഇവിടെ ഇത് കോളിഫ്ലവർ അല്ലേ? കോളിഫ്ലവർ കേബേജാ? ഇത് ഏതാ? സത്യം പറഞ്ഞ ഈ ഒരു സാധനം ഇത് കേബേജ് അല്ല, ഇത് കോളിഫ്ലവറാ.
കോളിഫ്ലവർ ആണത്. കോളിഫ്ലവർ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടുള്ളത് നെൽകൃഷിയാണ്. ഇത് ത്രിപുരയുടെ ഞാൻ പറഞ്ഞില്ല, ത്രിപുരയുടെ ഈ ഒരു ബോക്സ് നഗർ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കൃഷിയും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഗ്രാമീണ ഭംഗി ആസ്വദിക്കാനും പറ്റുന്നുണ്ടല്ലോ. അവിടെയൊക്കെ ചവിട്ടല്ല കേട്ടോ ഈ സാധനത്തിന്, ശ്രദ്ധിച്ചു പോ, കാരണം അത് ഒറ്റ ചവിട്ടിനത് പൊട്ടും. ഇത് വേഗം ഉണ്ട് പറിക്കാൻ കേട്ടാ, പറിക്കാൻ നല്ല സുഖമാണ്. ഇതിൽ തന്നെടാ, അതായത് എന്താ കോളിഫ്ലവർ തന്നെയാണ് ഇതിനും ചെയ്തിട്ടുള്ളത്. പിന്നെ ചേട്ടൻ നനക്ക് രാവിലത്തെ കാഴ്ചയാണിത്. രാവിലെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആന്ധ്രയിലും തമിഴ്നാട്ടിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ധാരാളമായിട്ട് കാണാൻ വേണ്ടി പറ്റലുണ്ട് ഇത്തരം കാഴ്ച. ഇങ്ങനത്തെ ഞങ്ങൾക്ക് ടൂറിസ്റ്റ് പ്ലേസ് പോകുന്നതിനാട്ടിലും ഇഷ്ടം ഇങ്ങനത്തെ കാഴ്ചകളാണ്. പക്ഷേങ്കിൽ എന്താ കാട്ടുന്നത്, ഇപ്പോൾ നമുക്ക് ഈ നോർത്ത് ഈസ്റ്റിൽ വന്നിട്ട് ഇത് കാണാൻ വേണ്ടി പറ്റണല്ലോ, പറ്റണ്ടേ. ഇപ്പോഴാണ് ഇപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഒരു വൈബിലേക്ക് കാഴ്ചകൾ കിട്ടണം കേട്ടോ നമുക്ക്. ഏതായാലും ഇനി ഇവിടുന്ന് നെക്സ്റ്റ് നമ്മൾ അടുത്ത മുന്നിക്ക് പോയിട്ടൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതേപോലെ ഇങ്ങനെ കാഴ്ചകൾ. അപ്പോൾ ഇന്നെന്തൊരു ഉന്മേഷം അറിയാം അല്ലടാ, ഈ കണ്ട കൃഷിയുടെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ നല്ലൊരു വൈബ് ഉണ്ട്. ഓട്ടോറിക്ഷ ഉണ്ടല്ലേ അതിനിട്ട് കാണുമ്പോഴാണ് നാട്ടിൽ പോയി ഓട്ടോറിക്ഷ ഓടാൻ തോന്നുന്നത്. അതിന്റെ ഒരു വൈബ്, അതിന്റെ ഒരു സ്വാതന്ത്ര്യം അത് വേറൊരു പണിക്കൂല കേട്ടാ. ഓട്ടോറിക്ഷ പണിന്റെ സ്വാതന്ത്ര്യമായി നമ്മളാരും നിയന്ത്രിക്കാനല്ല. നമുക്കിങ്ങനെ തോന്നുകയാണ് ഒരു 11 മണിക്ക് ഇന്ന് ഓട്ടല്ല എടാ ഇതിലൊക്കെ പോലെ പോവുക, നമുക്ക് ബാങ്കിലൊന്ന് പോണം പോവുക, സിനിമക്ക് പോവുക. നമുക്ക് എന്താ ഇന്നിട്ട് ഓടുന്നില്ല, എന്നിട്ട് ഓടുന്നില്ല ഞാൻ വേണ്ട എന്തിനും. നമുക്ക് ആരോടും വജ്ജിനാലും പറയണ്ട ഈ ഒരു വണ്ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ആ ഒരു വണ്ടി ഇന്റെ കയ്യിലുണ്ട്, എന്താ അതിന്റെ ഒരു സുഖം കരുതിയിട്ടാ. രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്ക് അങ്ങാടിക്ക് എത്തുക. ഞാൻ ഇന്റെ സമയമായിട്ടാ പറയണേ, പല ഡ്രൈവർമാർ ഇതിനേക്കാൾ നേരത്തെ പോണുണ്ടാവും. ഞാനൊക്കെ ഒരു 7 മണിയാകുമ്പോ ഞങ്ങളുടെ സ്റ്റാൻഡിലേക്ക് എത്തും. എന്നിട്ടൊരു 10 മണിയാകുമ്പോഴേക്ക് എന്റെ ചെക്കന്മാര് ഡ്രൈവർമാര് വരും. എന്നിട്ട് ഞങ്ങളെല്ലാരും പാടെ കൂടിയിട്ട് തൊട്ടടുത്തുള്ള മദീന ഹോട്ടലുണ്ട് പണ്ടൂര് ബസ് സ്റ്റാൻഡിന് ഉള്ളില്. മദീന ഹോട്ടലിൽ പോയിട്ട് ഓരോ പൊറാട്ട, അതിക്കൊരു പെയിന്റ്, ഞങ്ങൾ പെയിന്റ് എന്ന് പറയാം, പെയിന്റ് പറയുമ്പോ കാലിക്കറി, അതിക്കൊരു കാലിക്കറി, ഓരോ ചായ, പൊടിച്ചായ, എല്ലാരും പൊടിച്ചായന്റെ ആൾക്കാരാ, ഓരോ പൊടിച്ചായ. അതിന് ചില ദിവസം ഞങ്ങൾ 2 ആളുകൾ കൂടിയിട്ട് ഹാഫ് ബീഫ് എടുക്കും. ഇപ്പൊ ഞാനും കുക്കുവാണ് കൂട്ടിക്കൂടി, കുക്കു ഡ്രൈവറാണ്, ഞങ്ങൾ ഉണ്ടാകുമ്പോടെ ഒരു ഹാഫ് ബീഫ്. അങ്ങനെ ഞങ്ങൾ ഷെയർ ചെയ്തൊക്കെ കഴിക്കും വെറുതെ. ബീഫൊക്കെ അപ്പൊ ഹാഫ് ബീഫ് പറഞ്ഞാൽ അറിഞ്ഞൂടാ, അത് 2 ആക്കി കഴിഞ്ഞാൽ എന്താ ഇപ്പൊ ഒരു 3 കണ്ടുണ്ടാവും. അങ്ങനെ ഒരു 10 മണിയായി 11 മണിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മണി വരെ എങ്ങനെ ഓടും. അതിന്റെ ഇടയിൽ കൂടെ കളിഞ്ചൊരു വർത്താനോ ഒച്ചയും പൊളിയും സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് 2 മണിയായി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ വീട്ടുകാരുണ്ടാക്കി വെച്ചിട്ടില്ല നല്ല ചോറ്. നമ്മള് ഒരു നാട്ടിക്ക് ട്രിപ്പ് കിട്ടും എന്തായാലും. അതിനുള്ളിലായിട്ട് ഞാൻ കൊണ്ടുകൊടുത്ത മീനോ അല്ലെങ്കിൽ ചിക്കനോ വേറെ എന്തെങ്കിലും എന്താണ് ഞാൻ കൊണ്ടു കൊടുക്കണ വെച്ചാല് അതുകൊണ്ട് ഉണ്ടാക്കിയ കറി അല്ലെങ്കിൽ പൊരി, അതും കൂട്ടിയിട്ട് ഒരു ചോറ്. അത് കഴിഞ്ഞാൽ 2:30 വരെ നമ്മൾ ഒന്ന് ടിവിന്റെ മുന്നിലേക്ക് ഇരുന്ന ചോറിന. അത് കഴിഞ്ഞാൽ നേരെ ഒരു അരമണിക്കൂർ ഉള്ളിൽ ഒരു 20 മിനിറ്റ് ഒക്കെ ഒന്നത് കിടക്കും. ഒന്നാട് കടന്നിട്ട് ഒരു മരമുറി നടക്കുന്നുണ്ട് അവിടെ. മരമുറി പഴയ രീതിയിലുള്ള മുറിയാണല്ലോ, അത് നമ്മളവിടെ ഇല്ലട്ടോ, ഒന്ന് ഇറങ്ങി കാണും. അവിടെ ഇപ്പൊ വാളാണ്. എന്നിട്ട് അവർ ഉറക്കം കഴിഞ്ഞ് നമ്മൾ നീച്ചിട്ട് എന്താ പറയാ വീണ്ടും സ്റ്റാൻഡിൽ പോയിട്ട് 4-5 മണിയാകുമ്പോഴേക്ക് ചായയും കുടിച്ചിട്ട് പിന്നെ ഒരു 9 മണി വരെ ഓടിയിട്ട് അങ്ങോട്ട് വീട്ടിൽ പോകും. അത് എന്റെയൊക്കെ സുഖം. അത് കുറെ പറയണ്ടേ, പക്ഷെ ഇവിടെ ഈ കാഴ്ച കണ്ടപ്പോ ഇറങ്ങരുത്. ഇറക്കണില്ലേ, ഇറക്കി നമ്മളെ നാട്ടിലെ പഴമയാർന്ന കാഴ്ചകൾ പലതും നഷ്ടപ്പെട്ടു പോയി. മഴ എറിഞ്ഞു കുക്കു, മഴ എറിഞ്ഞു ബാഹുബലി അവിടെ കൊടുക്കുക. ഞാനല്ല അതിൻ്റെ ആള്. ഇത് നമ്മളുടെ പഴയ ഒരു പരിപാടിയാണല്ലോ. ഇപ്പം നമ്മളവിടെയൊക്കെ മിഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് കട്ടിയും കാര്യമൊക്കെ നടക്കുന്നത്. ഇവർ 4 പേരുണ്ട്. കുക്കോ പിടിച്ചു കൊടുക്കടാ. അന്നെ കൊണ്ട് വെക്കണ്ടാവില്ല കേട്ടോ. വീഡിയോ ആക്കണ് കയ്യോ നടക്കോ പടോടോ. കുക്കോ വല്യത്തിനും പോക്കുണ്ട് കേട്ടോ. ഇവിടെ നിർത്തിക്കോളിട്ടോ. കേരളത്തിക്ക് വന്നോണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കേരള ഇന്ത്യൻ തോട
हाँ थोड़ा थोड़ा आता है नहीं आता है इधर में मशीन नहीं है ना वो कटिंग मशीन है ओ इधर में पूरा ये वाला कटिंग हाँ ठीक है हाँ हाँ ഇത് അതിൻ്റെ പാട് പോലെ കേട്ടോ വലിച്ചുമ്പോ ഇങ്ങോട്ട് നോക്കി നിങ്ങൾക്ക് മുറിയണ തന്നെ അല്ല എനിക്ക് ഇച്ചുണ്ടോ ഇവരിത് ഇവിടെ പകുതി നടുക്കായി ഇവർക്ക് പണി അറിയാം ഇതിന് ഒരു ഭാഗത്ത് പണി അറിയുന്നില്ല മനസ്സിലായോ ടീക്കെ ബൈ ആ ഞങ്ങൾ ഇവിടുന്ന് ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാണ് ഇവിടെ ഇവർ ഭയങ്കര സൗഹൃദത്താ അല്ലേ പിന്നെ അത് മാത്രമല്ല നമ്മളുടെ നാട്ടിൽ മുമ്പൊക്കെ നമ്മൾ കണ്ടിരുന്ന ആ ഒരു പരിപാടി ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ പിന്നെ ഇപ്പം എല്ലാവരും നൂതന സാങ്കേതിക വിദ്യയോട് കൂടിയിട്ടുള്ള മെഷീനറികൾ പലതും നമ്മുടെ നാട്ടിലുണ്ട് അത് വെച്ചിട്ടൊക്കെയാണ് ഇപ്പം മരം മുറിക്കുന്നത് ഇങ്ങനെ 2 കഷ്ണമായി കഴിഞ്ഞാൽ പിന്നെ മില്ലിലേക്ക് ഇവർ അതുപോലെ നമ്മൾ മറ്റേ കുരങ്ങൻ്റെ വാലുടിഞ്ഞൊരു കഥല്ലേ അതേപോലെ അങ്ങനെയാണ് പല പണ്ടൊക്കെ അങ്ങനെ ഇവരും ചെയ്യുന്നത് അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത് നമ്മൾക്ക് ഇന്നലെ മിഞ്ഞാന്നിട്ട് ഞാനൊരു മില്ല് കണ്ടിരുന്നു പക്ഷേങ്കിൽ അവിടെ നമ്മൾ വണ്ടി നിർത്തിയതും നമ്മളത് ഷൂട്ട് ചെയ്ത് വിടില്ല അവിടെ സംഭവം അങ്ങനെ കിടക്കേണ്ടത് തന്നെ ഉള്ളൂ നമ്മൾ പണി എടുക്കണില്ലല്ലോ പക്ഷേ എനിക്ക് ചെറിയ ഡൗട്ടുള്ളൂ അങ്ങനെ തന്നെയാണ് നമുക്ക് ഇനി ഉണ്ടെങ്കിൽ നോക്കാം ഇനി ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കണ്ടങ്ങൾ നിലം ഫുള്ള് ഇവിടെ ഉണ്ടാ ഞാൻ കാണിച്ചു തരാം നിലം ഫുള്ളായിട്ട് ഇഷ്ടികയാണിത് നല്ല ചുട്ടെടുത്ത ഇഷ്ടിക അതുകൊണ്ട് സൈഡ് വരെ കെട്ടുന്നത് സൈഡ് വരെ കെട്ടുന്നത് പണി തോട്ടാണ് ഇവിടുത്തെ കടമുറികളെ കണ്ട പഴയ നമ്മളുടെ അല്ലേ പാപ്പുട്ടിയാക്കാന്റെ ഒക്കെ പീടിയ പാലത്തിങ്ങൾ പാപ്പുട്ടിയാക്കാന്റെ പീടിയ പോലെ നമ്പർ ലോക്ക് നമ്പർ ലോക്കോ നമ്പർത്താവും അങ്ങനെയാണ് ഇവിടുത്തെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വഴിയിലൂടെ പോകേണ്ടിരിക്കുന്നത് ഡ്രൈവിങ്ങിന്റെ ഇടയിൽ ഉള്ള ഒരു വീഡിയോ ആയിരുന്നു അത് വെച്ചാൽ റോഡ് മോശമായതുകൊണ്ട് പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡുകൾ അത് വരുന്നവരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും ഇന്നലെ നമ്മൾ കഴിച്ച സാധനത്തിന് ഒന്നിന് 10 റുപ്യ അത്ര ആയിട്ടുള്ളൂ പറയുമ്പോ ആ ഒരു ഉണ്ടല്ലോ ബോണ്ട അതൊക്കെ അടിപൊളിയാ നല്ല ടേസ്റ്റാ ആ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ നമ്മളവിടുത്തെ സ്നാക്സ് ചെയ്യുന്ന ടീമൊക്കെ അവരത് ചെയ്യുവാണെങ്കിലേ ഉഷാറാവും അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്റ്ററി എന്ന് പറയുമ്പോ സ്തംഭൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടിട്ടൊന്ന് വന്നതാണ് ഇവിടെ കയ്യില് കയറാറില്ല ഇത് നല്ലൊരു ഏരിയ ഉണ്ടല്ലോ 2 സൈഡും അല്ലേ നല്ല ഏരിയ ഉണ്ട് ഇതൊരു ഗ്രാമത്തിൽ നടക്കുകയാണ് ഇതിന്റെ എൻട്രി അറിയില്ല കൂമനത റോഡിൻ്റെ അപ്പുറത്ത് റോഡിൻ്റെ 2 സൈഡിലായിട്ടാണ് ഇത് കിടക്കുന്നത് നമ്മൾ ഈ നിൽക്കുന്ന റോഡുണ്ടല്ലോ ഇത് ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡറിൻ്റെ വക്കിലൂടെ പോകുന്ന റോഡ് ഇത് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്നുണ്ട് കേട്ടോ അല്ലേ പുല്ലൊക്കെ വിരിച്ച് നല്ല ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന സംഭവമാണ് ഇത് ഏതാണ്ട് 6-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലൊക്കെ ആയിട്ട് നിർമ്മിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ അവരിവിടെ ഉണ്ടായിരുന്നു ബുദ്ധിസ്റ്റുകൾ ഉണ്ടായിരുന്നു അവരുടെ മൊണാസ്റ്ററി അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനാ കേന്ദ്രമായിരുന്നു ഇതെന്ന് പറയുന്നത് ഇവിടുന്ന് ബുദ്ധൻ്റെ 3 വെങ്കല പ്രതിമകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ മേലേക്ക് അങ്ങോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ അങ്ങോട്ട് കയറാൻ വേണ്ടി പറ്റില്ല പിന്നെ ഇത് കണ്ടോ നിർമ്മിച്ചതൊക്കെ ചുടുകട്ട കൊണ്ടാണ് നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഫുട്പാത്തൊക്കെ വിരിച്ച് നല്ല ഒരു കട്ടയൊക്കെ വെച്ച് ഒരു വല്ലാത്തൊരു അധികം ആളുകൾ വരാത്ത ഒരു മൊണാസ്റ്ററി ആയിട്ട് പോലും ഇത്രയും അധികം ക്ലീനിൽ അല്ല ടിക്കറ്റ് പോലും ഇല്ല ക്യാമറ അലൗഡ് ഇല്ല ഞാൻ പക്ഷെ അവരോട് പറഞ്ഞു കേരളത്തിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ എടുക്കട്ടെ എന്നാൽ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടി വരും എന്നൊക്കെ പറയും വെറുതെ പൊക്കിക്കണ് അങ്ങനെ ഇത് ഒരു ഗ്രാമമാണ് ബോക്സ് നഗർ തന്നെയാണ് ഈ ഒരു ഗ്രാമം ഉള്ളത് ടൗണിൻ്റെ അപ്പുറം തന്നെ ഇപ്പം നമ്മളാ പോകുന്ന വഴിയില്ല അത് ഏകദേശം ഒരു 300 മീറ്റർ 1/2 കിലോമീറ്റർ അല്ലേ 1/2 കിലോമീറ്റർ നമ്മൾ പോന്നിട്ടാണ് ഈ ഒരു മൊണാസ്റ്ററി നമുക്ക് കാണാൻ വേണ്ടി പറ്റുക ചുടുകട്ട കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരുപാട് നാണയങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇത് ഞങ്ങൾക്ക് തോന്നുന്നു ഏകദേശം 1998 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് ഏറ്റെടുക്കുന്നത് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ ഒരുപാട് പോയതാണ് പിന്നെ ഒരുപാട് അത് നീറ്റേ കാരം അവരുടെ കയ്യിൽ മുതൽ കിട്ടിയാണ്ടല്ലോ അത് നല്ല രീതിയിൽ നോക്കും അവർ അത് 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 അതിൻ്റെ മട്ടം പോലെ ആയിരിക്കും ആദ്യമായിട്ടാണ് നമുക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഇതിൽ വരുന്ന ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണോന്ന് എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടൊക്കെയാണ് ഒരു ടിക്കറ്റ് പോലും ഇല്ലാതെ കയറാൻ പറഞ്ഞില്ല എന്നാണെങ്കിൽ അവരുടെ QR കോഡെങ്കിലും അവിടെ ഉണ്ടാവും അല്ലേ QR കോഡിൽ സ്കാൻ ചെയ്തിട്ട് 25 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ കണ്ട
ഇത് സംഭവം അടിപൊളിയായിട്ടാണ് മക്കളെ. ചരിത്രം ഉറങ്ങുന്ന, അല്ലെങ്കിൽ ഇവിടെ അന്ന് എങ്ങനെ ആയിരിക്കും അവർ അല്ലേ ബുദ്ധനെ ആരാധിച്ചിരുന്ന സ്ഥലമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഞങ്ങളിപ്പോ നടന്നുകൊണ്ട് വല്ലാത്തയായി. നമ്മൾ എന്താ ചുമരിലൊക്കെ കണ്ടിട്ടുള്ള ഇഷ്ടിക കണ്ടച്ച് ഇതൊക്കെ നല്ല സ്ക്വയറിലായിട്ട് ഉള്ള ഇഷ്ടികയാണ്. അതായത് അതെ നമ്മളെ ഈ ഒരു ഇന്റർലോക്കിൻ്റെ അതേ വലിപ്പത്തിലുള്ള കട്ടകളാണ്. അങ്ങനെയാണ് ഈ ഒരു ചുടുകട്ടകളുള്ളത്. എത്രയോ കാലം മുന്നേ അവരുണ്ടാക്കി പതിച്ച കട്ടകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കണമെന്നറിയാം. എന്തല്ലേ നമ്മൾ പക്ഷെ അങ്ങോട്ടേക്ക് കയറുന്നില്ല. അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി ഇതെന്ന് പറയുന്നത് ഒരു സ്തൂപമാണ്. അതുപോലെ തന്നെ അത് മൊണാസ്റ്ററിയുടെ അവശിഷ്ടമാണ്. അതിനകത്ത് അവർ എന്തായാലും വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. നമ്മളോട് അത്തരത്തിൽ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അത് ഏതായാലും ഇവിടുത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി ഞങ്ങൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ബംഗ്ലാദേശിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ പോകാൻ പറ്റും നല്ലതാണ്. വെറുതെ ഒന്ന് പോയി നോക്കിയാലോ. റോഡ് മോശമാണ്, എന്നാലും വെറുതെ ഒന്ന് അതിലൊന്ന് പോയി നോക്കാം. നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ കാഴ്ചകളുണ്ടാവും. ഇവിടുത്തെ ഗ്രാമീണ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാണ്. പിന്നെ ഇതുവരെ കിട്ടാത്ത കാഴ്ചയാണ് ഇപ്പോൾ കിട്ടിയത്. ആ കാണുന്ന മരങ്ങളുണ്ടല്ലോ അത് ബംഗ്ലാദേശ്, ഇപ്പഴത്തെ ഇന്ത്യ. ഇത് നമ്മളീ പോകുന്നത് ഇന്ത്യ. അപ്പുറത്താ കാണുന്ന മുളയും കാടും ഒക്കെ ആ വേലിക്കപ്പുറം ഉള്ളത് ബംഗ്ലാദേശാണ് അല്ലെ. എന്താ നമ്മള് അവിടുത്തെ ബംഗ്ലാദേശത്തെ ഒരു കുട്ടി അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതാണ് അങ്ങോട്ട് കയറാൻ ആദ്യത്തെ വഴിയിലെ. ആദ്യം ഇതുപോലത്തെ ഒരുപാട് ഗേറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ ഇതൊക്കെ ഫുള്ളായിട്ട് വേലി വെച്ച് അടച്ച് ഇപ്പൊ അതിനുള്ള ഇങ്ങോട്ടേക്ക് കടക്കാതൊക്കെ ഉള്ള ഫുൾ സെറ്റപ്പ് ആക്കി മാറ്റിയിട്ടുണ്ട്. ബംഗ്ലാദേശത്തെ ഒരു കുട്ടിയുണ്ട് അവിടെ നോക്കി നിൽക്കുന്നത് അല്ലെ. പിന്നെ ഇവിടുത്തെ വീടുകളുടെ ഒക്കെ അവസ്ഥ ഞാൻ പറഞ്ഞ ഒരു ഇഷ്ടിക കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ മെച്ചപ്പെട്ട് വരുന്നുണ്ട് ഇവിടെ വീട്. ഇതിന് മുമ്പ് നമ്മൾ വന്നിട്ടൊന്നുമില്ലല്ലോ. ഇല്ല അല്ല മറ്റേ വീടുകൾ ഓക്കെയാണ് അല്ലെ. ഏതായാലും അങ്ങനെ ആ കാണുന്ന വേലിക്ക് അപ്പുറം ബംഗ്ലാദേശ്, ഇതിനപ്പുറം ഇന്ത്യ. അങ്ങനെ അതിന്റെ വക്കിലൂടെ പോകുന്ന ഈ ഒരു വഴിയിലൂടെ ഞാൻ കുക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. പൂമനെയും കൊണ്ട് ആഹാ മുന്നിലും ഒക്കെ കുട്ടികൾ സ്കൂളിലേക്ക് പോവാണ്. ഇതുവഴി പോയാലാവോ? ഇതിലെ പോകാം ഇതിലെ പോവാം. രണ്ടു വഴി കാണിക്കുന്നുണ്ടാവും. എനിക്കറിയില്ല, നമുക്ക് ഇതിലെ പോയി നോക്കാം. ചാരി പോണ റോഡല്ലേ, ചാരി പോവാം. കുളം കണ്ടില്ലേ പാടത്ത് വെറുതെ കുഴികൾ കുത്തിയിട്ട് അതിന് വല്ല മീനുണ്ട് തോന്നുന്നു. പാടത്ത് മീനെ നമുക്ക് പോകാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞങ്ങൾ പോയി. അവിടെ പിന്നെ നമ്മളുടെ BSF ജവാന്മാരുണ്ട്. അപ്പോ അതുവഴി ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനം കഴിഞ്ഞു. അവിടെ ഉള്ള ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെയാണത്. പിന്നെ ഈ ഒരു ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പള്ളിയൊക്കെ അല്ലേ, ഒരു അതായത് പള്ളിയുടെ വേലി അതിന് തൊട്ട് ബംഗ്ലാദേശാണ് അല്ലേ. എന്താ ഇവിടെ പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല സ്മഗ്ലിങ് നടക്കുന്നുണ്ട്. കടത്ത് ഇവിടുന്ന് അങ്ങോട്ടാ കടത്തുക, അവിടെ നിന്ന് ഇങ്ങോട്ടല്ല. അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് തുണിതരങ്ങളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മള് ദൗക്കിന്ന് പറഞ്ഞിരുന്നു. ഞങ്ങള് ആയേട്ടൻ പറഞ്ഞില്ല, നമ്മളെ സാറ് പറഞ്ഞിരുന്നു, രജി സാറ് പറഞ്ഞിരുന്നു. പഞ്ചസാര പോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയോണ്ടിരിക്കുന്നത്. അത് ഒരു ദിവസം എത്രന്നില്ല ടൺ കണക്കിന് വരെ കൊണ്ടുപോകാനുള്ള ആളുകളുണ്ട് ഇവിടെ. ഇവിടുത്തെ ആളുകളുടെ ഒക്കെ പ്രധാന വരുമാനം കൂടി അതാണെന്ന് പറഞ്ഞു. നമ്മുടെ ആർമി ട്രക്കാണത്. അതിലെന്താ പറയാ, കന്നുകാലികളാ. അതൊക്കെ ഈ ബോർഡറിന്റെ ഇപ്പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ കടത്തലില് പിടിക്കുന്ന കന്നുകാലികളാണ്. എന്നിട്ട് ഇനി അവരത് കൊണ്ടുപോയി അവയ്ക്ക് തിന്നാൻ കൊടുത്ത് അത് പിന്നെ നമ്മളുടെ ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ്. പിന്നീട് അത് ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ, അതായത് നമ്മുടെ ക്ഷീരോത്പാദന കർഷകർക്കൊക്കെ, കന്നുകാലി വേണ്ടവർക്കൊക്കെ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് നൽകും. അങ്ങനെയാണ് നമുക്കത് മനസ്സിലാവാൻ കാരണം നമ്മളന്ന് രാജേഷ് സാറിനെ കണ്ടില്ലേ, രാജേഷ് ചേട്ടനെ, നമ്മളെ ബംഗ്ലാദേശ് ബോർഡറിൽ അന്ന് അതിലിതേപോലെ ട്രക്ക് പോയിരുന്നു. അപ്പൊ എന്തിനാ സാറേ പുല്ല് കൊണ്ടുപോകണോ ചോദിച്ചു. പ്ലാവിന്റെ ഇല. അപ്പൊ ഇതിനാണ് ആ പുല്ല് കൊണ്ടുപോകണം. അതിങ്ങനെ കന്നുകാലികളെ ഇങ്ങോട്ടേക്ക് കടത്തും, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കടത്തും. അത് നമ്മൾ പിടിക്കുമ്പോ പിന്നെ അത് നമ്മള് കൊണ്ടുപോയി അറ്റുങ്ങളെ പരിപാലിച്ച് അത് പിന്നീട് ഗവൺമെന്റിനെ അലവർ ചെയ്ത് അതിങ്ങനെ ഈ കർഷകർക്ക് വേണ്ടിയിട്ട് പിന്നീട് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് നൽകണ സംഭവമാണ്. അതായത് കൊള്ളാം അല്ലേ. ഇതാണ് ഇവരിത് പൊടിക്കണ ഇഷ്ടിക. അതായത് ഇഷ്ടികനെ ഇതിലിടും, അതിലിട്ടിട്ട്
പിന്നെ അത് മെറ്റലായിട്ട് മാറും. മെറ്റലായിട്ട്, അതായത് ഈ സൈസിൽ അതിന്റെ വേസ്റ്റ് ആയിട്ട് വരുന്ന പൊടിയാണ്. പൊടി ഇത് അവർ മണലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് രണ്ടാമത് വീണ്ടും അതെ അറിയില്ല. ഇപ്പൊ അങ്ങനത്തെ ചിലപ്പോ അല്ലേ മണൽ ഇവിടെ കിട്ടാണ്ടല്ലോ. അപ്പൊ രണ്ടാമത് ഇഷ്ടിക വെക്കും. എല്ലാരും നമ്മള് വീട് എടുക്കുന്നുണ്ടേ മറ്റേ മൂലയൊക്കെയാണ്. ഞങ്ങൾ ഈ ഒരു മെഷീന് ഒരു പ്രവർത്തിപ്പിച്ചിരുന്നു. അപ്പൊ നമ്മള് വന്നപ്പോ ചെങ്ങന്മാരെ ഞങ്ങളങ്ങനെ ഉദയപൂർ എത്തിയിട്ടുണ്ട്. ഉദയപൂരില് ഞങ്ങള് നമ്മൾ മറ്റേ ഇതിൽ പോയല്ലോ മ്യൂസിയം പോയപ്പോഴാണ് അവിടെ ഒരു പിക്ചർ കണ്ടത്. ഒന്നല്ല ഇവിടുത്തെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് പ്ലേസുകൾ അവിടെ അവര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഈ ഉദയപൂരിൽ ഒരു ടെമ്പിൾ ഉണ്ട്. അതായത് ഭുവനേശ്വര ടെമ്പിൾ എന്നാണ് അതിന്റെ പേര്. അപ്പൊ ആ ഒരു ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അത് അന്ന് അവിടെ കയറി അത് കണ്ടതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം മനസ്സിലായത് കേട്ടോ. ഇത് ഗൂഗിൾ മാപ്പ് ഇട്ടിക്കണെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് അവർക്ക് എത്തുമില്ലെന്ന് കണ്ടറിയാം. ഗൂഗിൾ അമ്മായി നമ്മളെ പല തരത്തിലും പറ്റിക്കലുണ്ട്. ഇതിപ്പോ ഇനി എന്താകുമെന്ന് അറിയില്ല. ഏതായാലും ഞങ്ങൾ ഈ റൂട്ടിന് കയറിയിരിക്കുന്നത് ഉദയപൂർ ടൗണിലേക്ക് പോകുന്ന റോഡൊന്നല്ല. പക്ഷേ ഇതൊക്കെ ടൗണിന്റെ ഭാഗം തന്നെയാണ്. ഉദയപൂരിൽ തന്നെയാണ് കിടക്കുന്നത്. കൊടി കണ്ടത് ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അവിടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. സംഭവം അന്യൊന്നും പോയിട്ടില്ല. അവിടെ പോയാലും വിളിച്ചാണ്ടല്ലോ. പിന്നെ ഈ ഗുലാം സിന്ദാബാദ് പേരും കൂടി പറയണോ? മൂപ്പരെ പേരും കൂടി പറയണം. പ്രാസംഗികന്റെ പേരും കൂടി പറയണം. ഇവിടെ എന്തൊക്കെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളാകെ പരിപാടിന്റെ ഇടയൊക്കെ വന്ന് ഇവിടെ എന്താ പൊട്ടുമേളൊക്കെ ഗണപതിനെ പൂജിക്കുന്നുണ്ട്. ഭയങ്കര തിരക്കിട്ടാ. തിരക്ക് എഴുതിട്ടാ. ഇന്നെന്താ വിശേഷപ്പെട്ട എന്തെങ്കിലും ദിവസമാണടാ. നമുക്ക് പിന്നെ കലണ്ടർ ഇല്ലാത്തോണ്ട് അത് നോക്കിയില്ല. ഞങ്ങൾ തന്നെ ഗേറ്റ് തുറന്ന് ഞങ്ങൾ തന്നെ കയറുകയാണ്. നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയുണ്ട്. ഇതാണ് കുണ്ണപ്പത്തി ടെമ്പിൾ എന്ന് പറയുന്നത്. ഇത് ശരിക്കും 1600കളിൽ മാണിക്യ, അതായത് കല്യാൺ മാണിക്യം രാജാവിൻ്റെ ഭാര്യ ഗുണപതിയാണ് ഈ ഒരു ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ വൈഷ്ണവ ക്ഷേത്രമാണ്. വിഷ്ണുവിന് സമർപ്പിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. രാജ്ഞി നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രമാണ് ഇത്. ഞാൻ പറഞ്ഞ പോലെ ചെങ്കല്ല് തന്നെ കേട്ടോ ഇവിടെ അല്ലേ, ഇഷ്ടിക തന്നെയാണ് ഇവിടെ. ഇതിലിപ്പോൾ പ്രതിഷ്ഠ കാര്യങ്ങളൊന്നുമില്ല. അവിടെ അടച്ചിട്ടിട്ടുണ്ട്. ഇതിങ്ങനെ എന്തല്ലേ കൊള്ളാം. നല്ലൊരു വ്യത്യസ്തമായ ഡിസൈന് നമ്മളിതുവരെ കണ്ടില്ല ഇങ്ങനത്തെ ഒരു ഡിസൈൻ അല്ലേ. വേറൊരു മോഡലായി. അതെ, ഏതായാലും ഇവിടേക്കാണ് നമ്മൾ വന്നത്. പക്ഷേ ഇതിൽ വരുന്ന വഴിക്കൊരു ക്ഷേത്രം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ താഴത്തുനിന്ന് കുറച്ച് വിസ്തൃതിയിൽ, പിന്നെ അങ്ങോട്ട് മേലേക്ക് എത്തുന്തോറും ഇങ്ങനെ ചുരുങ്ങുന്നുണ്ട് അല്ലേ. പിന്നെ മേലേക്കൊരു ആർച്ച് ടൈപ്പ് പോലെയൊക്കെയാണ് കിടക്കുന്നത്. അതാ മേൽഭാഗമൊക്കെ. അങ്ങനെ ഇത് ഗണപതി ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമാണ്. അതായത് 3 എണ്ണം ഒരുമിച്ചുള്ള ക്ഷേത്രമാണ്. ഇപ്പോൾ പ്രതിഷ്ഠ കാര്യങ്ങളൊന്നുമില്ല, നശിച്ചുകൊണ്ടിരിക്കുവാണ് അല്ലേ. മണ്ണ് കൊണ്ട് തേച്ച സംഭവങ്ങളൊക്കെ അതൊക്കെ മാഞ്ഞു പോയി. ഏതായാലും ഇവിടെ അധികം ആളുകളുമില്ല. നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ചോദിക്കാനോ ഒന്നും ആരുമില്ല. നമ്മൾ തന്നെ ഗേറ്റ് തുറന്ന് നമ്മൾ തന്നെ കയറി. അങ്ങനത്തെ ഉള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായത്. ഇവിടെ നമ്മുടെ ഇന്ത്യൻ്റെ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഏതായാലും മാണിക്യ രാജവംശത്തിലെ കല്യാൺ മാണിക്യ രാജാവിൻ്റെ ഭാര്യയാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു പിടിക്കാം അല്ലേ. പോരുന്ന വൈക്കൊരു ക്ഷേത്രം കണ്ടില്ലേ, അവിടെയും കൂടി പറ്റുവാണെങ്കിൽ അവിടെയും കൂടി കയറിയിട്ട് അതും കൂടി ഒന്ന് കണ്ടിട്ട് അങ്ങനെ പോവാം അല്ലേ. എന്നാൽ കയറി. ഇവിടെ വേറെ ബോർഡ് കണ്ടു, ഭുവനേശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ബോർഡുകളൊക്കെ അല്ലേ. കണ്ടോ ബോർഡ്, ഭുവനേശ്വർ ടെമ്പിൾ ഇതുവഴി എന്താ ഗോമതി ഡിസ്ട്രിക്റ്റ് ഉദയ്പൂർ. അതിൽ പോകില്ലേ. നമ്മൾ അടുത്തൊരു ക്ഷേത്രത്തിലേക്ക് വന്നതാണ്. ഇതൊക്കെ ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലായതുകൊണ്ട് തന്നെ
വളരെ നീറ്റായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് കൂടെ നമ്മൾക്ക് ഫുട്പാത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് സുഖമാണ് അല്ലേ, നല്ല വൃത്തിയുണ്ട്. അപ്പോൾ ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് ഗോവിന്ദമാണിക്യമാണ്, ഗോവിന്ദമാണിക്യ രാജാവാണ്. ഇതും തന്നെ ഏകദേശം 1600 1675 ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. ഇവിടെ പ്രതിഷ്ഠ കാര്യങ്ങളൊന്നുമില്ല. ഇവരുടെ ചെറിയൊരു പാലസും അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കണം. ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ കറക്റ്റ് ലുക്ക് കിട്ടില്ലേ. ചെരുപ്പ് ഊരിയിട്ടാണ് എല്ലാവരും കയറണം, അതുകൊണ്ട് നമുക്കും ചെരുപ്പ് ഊരിയിട്ട് കയറാം. പ്രതിഷ്ഠ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് അല്ലേ. ഇപ്പോൾ ചെറിയ രീതിയിൽ മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട് അവർ. പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളൊക്കെ തൊണ്ട കാര്യമായിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചുമര് ഭിത്തി കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ നല്ല മനോഹരമാണല്ലേ. കൊള്ളാട്ടോ സംഭവം. ഇവിടെ പിന്നെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. വലിയ വൃത്തിയായിട്ടൊന്നും സൂക്ഷിക്കണില്ല അല്ലേ. കൊള്ളാം. ഇനി ഇവിടെ ഇവരുടെ പാലസ്, ഈ പാലസിനകത്തേക്കാണ് പോകുന്നത് നമ്മൾ. പാലസ് ഇതാണ്, പാലസിനകത്തേക്ക് നമുക്ക് കയറണം. പാലസിനെ കുറിച്ച് ഇവിടെ ഒരു നോട്ടീസ് ബോർഡ് പോലും ഇല്ല. ഇതും തന്നെ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച തന്നെയാണല്ലേ. പിന്നെ ഇവിടെയൊക്കെ തേച്ച് മിനുക്കിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം നമുക്ക്. ഒരു ചെറിയൊരു വഴിയാണ് കേട്ടോ. പാലസിനകത്തേക്ക് കയറുവാണ്. കയറുമ്പോൾ തന്നെ ഭയങ്കര അലമ്പാട്ടം. അതായത് നമ്മുടെ ഇതിന്റെ ഈ പാലസിന്റെ തൊട്ട് ബാക്കിലായിട്ട് എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പാട്ട് നമ്മൾക്ക് കോപ്പിറൈറ്റ് ആണ്. അപ്പോൾ പാലസിനകം നമ്മൾക്ക് ഇത്തരത്തില് കാണിക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ, ഓൺ വോയിസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ള. അപ്പൊ ഇതിന്റെ അകം നോക്കുമ്പോൾ ഇത് കാര്യമായ രീതിയിൽ നല്ല ക്ലീൻ ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്തൊന്നും പോകുന്നില്ല. വളരെ ശോഷിച്ച് കിടക്കുന്ന ഒരു എന്താ പറയാ സിറ്റുവേഷൻ ആണ് ഇതിന്റെ. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ആളുകളുടെ എന്താ പറയാ മനുഷ്യരാണല്ലോ ഇതൊക്കെ ചെയ്യണത്. ഒരുപാട് ചപ്പ് ചവറുകൾ വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ട്, അതായത് ഇവിടെ വെച്ച് എന്തോ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ബർത്ത്ഡേ സെലിബ്രേഷൻ പോലത്തെ സംഭവങ്ങളൊക്കെ നടത്തിയിട്ട് അതിൻ്റെതായിട്ടുള്ള വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ വലിച്ചെറിഞ്ഞു പോവുകയും ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് പാലസിനകത്തേക്ക് വരുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഞങ്ങൾ അതിനകത്ത് കയറിയപ്പോഴാണ് ഞാനൊരു കാര്യം ചെയ്തും അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ല രീതിയിൽ ശ്രദ്ധിക്കുവാണെങ്കിൽ എന്താ പറയാ ഒരുപാട് ആളുകൾക്ക് വന്ന് നല്ല രീതിയിൽ വന്ന് കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. അത് നല്ലൊരു വരുമാനമാക്കി എടുക്കാനും ഇവർക്ക് സാധിച്ചിരുന്നു. പക്ഷേങ്കിൽ ഇതുമൊക്കെ അവർക്ക് ശ്രദ്ധിക്കണില്ല. ആ ഒരു ടെമ്പിളുകൾ മാത്രമേ അവര് കാര്യമായ രീതിയിൽ നോക്കുന്നുള്ളൂ. ഇത് ആർക്കോളജിക്കൽ സർവേന്റെ കീഴിൽ വരുന്നതല്ലേ എന്ന് എനിക്കറിയില്ല. എന്തോ ഇവിടെ വലിയ ക്ലീൻഡ് അല്ല. ഇവിടുത്തെ പാർക്കിംഗ് ആണത്. കാണങ്ങള് എന്താ വൃത്തി. വെറും ചവറ് എല്ലാവരും തിന്നാ വലിച്ചെറിയാ. പിന്നെ ഒരു പണ്ട് കാര്യമല്ല, ഇത് ഇടാനും സ്ഥലം വേണ്ടേ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ വലിച്ചിട്ട് കൊണ്ടുപോകണം. അതൊക്കെ കണക്ക് തന്നെ ഈ കാലം. അവർ കൊണ്ടുവരുന്ന സാധനം ഇടാനൊരു ബാസ്ക്കറ്റ് ഇവിടെ എവിടെയും വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ ഇതിലൊരു 10% അയക്ക് പോയിരുന്നു അല്ലേ. ഇത് ഇവിടെ തൊട്ട് അതിനടുത്ത് തന്നെ ഉള്ളൊരു ക്ഷേത്രമാണ്. ഇതും തന്നെ അതേ രാജാക്കന്മാർ നിർമ്മിച്ച തന്നെയാണ്. പക്ഷേങ്കിൽ ഇതിനെ ശ്രദ്ധിക്കുന്നില്ല. ഇതാകെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടേക്ക് ഒരു ശ്രദ്ധയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ പ്രതിഷ്ഠ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ വെറുതെ വെച്ചതാണ്. ഇതിനകത്തൊന്നുമില്ല. ഇതിൻ്റെ തലഭാഗമാണ്. ഇതിൻ്റെ തലഭാഗമല്ലേ, വേറെ ശില്പത്തിനായിട്ട് കത്തിച്ചു കൊണ്ടു. എന്തായാലും കൊള്ളാം. ഇഷ്ടിക അടുക്കി വെച്ചിട്ടുണ്ട. ഇതും കൂടി അവർക്കൊന്ന് അല്ലേ ശ്രദ്ധിക്കാമായിരുന്നു. പക്ഷെ ഇത് ശ്രദ്ധിച്ചിട്ട് കാര്യം ഇത് കിട്ടൂല. കയ്യിൽ മൊത്തത്തിൽ പാളി. ഇതിനൊക്കെ വഴി ഉണ്ടോ? പോയി നോക്കണോ? അല്ല പാമ്പും കുറച്ച് പോവാ. നടക്കൂല മോനെ, അങ്ങോട്ട് നടക്ക്. ഇത് പറ്റപ്പോയി. ഓരോന്ന് സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചിലവേറിയതുമാണ്. ഇപ്പോൾ ഇവിടേക്ക് ടിക്കറ്റ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് പോയ ക്ഷേത്രത്തിൽ ടിക്കറ്റ് ഇല്ല, ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ നെക്സ്റ്റ് ഏരിയ പിടിക്കും. അതേപോലെ നമ്മൾ ഇതൊക്കെ തന്നെ എടുക്കണം കരുതിയത്. ഞങ്ങൾ അവിടുന്ന് പോകുന്ന സ്ഥലത്ത് മറ്റൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിരുന്നില്ല അല്ലേ. ഞങ്ങൾ കയറിയിരുന്നില്ല. ഇവിടെ ഇനി ആരാധന വല്ലതും ഉണ്ടോയെന്ന് അറിയില്ല. ഏതായാലും ഇതിനകത്തേക്കൊന്ന് കയറി നോക്കാം. ഇവിടെ ആരാധന ഉണ്ടല്ലേ. ചെരുപ്പിൻ്റെ കാര്യം എനിക്കറിയില്ല.
ഏതായാലും കാലുമ്പോൾ ചെരുപ്പുണ്ട്. പിന്നെ ഇവിടെ അതുപോലെ തന്നെ കേട്ടോ ടെമ്പിളുകൾ. അതെ, മാണിക്യ രാജവംശത്തിലെ രാജാക്കന്മാർ നിർമ്മിച്ചത് തന്നെയാണ്. ഇവിടെ ആരാധനയും കാര്യമൊക്കെ ഉണ്ട്. ഇതും തന്നെ ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുത്തിട്ടുണ്ട് തോന്നുന്നു. ഇവിടെ ഇതുമ്പോൾ വേറെ തരം കല്ലും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു ബെൽറ്റ് പോലെ അല്ലേ, ബെൽറ്റ് പോലെ ഒരു കല്ലും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. വേണ്ട, അപ്പോൾ ഇവിടെയൊക്കെ നോക്കി ശരിക്കറിയാം നശിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അധിക കാലമൊന്നും ഉണ്ടാവണം എന്നാണ് നമ്മളും ആഗ്രഹിക്കണം. ഒരുപാട് പേർക്ക് ഇത് കാണാൻ വേണ്ടി പറ്റണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേങ്കിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അല്ലേ. അതായത് 1600 നിർമ്മിച്ച നിർമ്മിതികളല്ലേ, ക്ഷേത്രങ്ങളാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ആരാധന മൂർത്തികൾ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഒരു ഏട്ടൻ കിടന്നുറങ്ങും പാവം. നല്ല നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇവിടെ നല്ല തണുപ്പാണ് നടക്കുമ്പോൾ തന്നെ. പിന്നെ ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിന് ഒരുപാട് ഡിസൈനുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോടാ. ഇത് മറ്റതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അതായത് നമ്മളിപ്പോൾ കണ്ട രണ്ടെണ്ണത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് വലുതാണ് അല്ലേ. കുറച്ച് വലുതാണ്. പിന്നെ ഇതിനകത്തൊരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ നേരം ഞങ്ങൾ നടക്കുന്നു വെള്ളത്തിന് വേണ്ടി, കിട്ടിയില്ല. ഇപ്പോൾ 2 ക്യാൻ കിട്ടിയപ്പോൾ. കിട്ടാൻ പാടാ. പെരും ടൈറ്റില് നമ്മള് നാളത്തെ പോലെ അല്ല, ഈ പെരും ടൈറ്റ് ഇപ്പം മുണ്ടാട്ടോ. മുണ്ടാ കൊടുക്കതില്ലേ, ഇവിടുത്തെ ആൾക്കാരൊക്കെ മുണ്ടെടുക്കുന്നുണ്ട്. ഞങ്ങളെ പണ്ട് ആരോ പറഞ്ഞ് പറ്റിച്ചു, നമ്മള് നോർത്ത് ഈസ്റ്റിലേക്ക് കയറി മുണ്ടെടുക്കരുത്. അവിടെ എത്ര ആൾക്കാർ. ഇത് ശിങ്കിയ, ഇത് സമുണ്ട അല്ല, ഇപ്പം എന്താ പറയാ, ഇത് ശിങ്കിയാണ്. ഞങ്ങൾ പോണ വഴിക്ക് ഒരു ടൗണിൽ നിർത്തിയിട്ടേ ഇങ്ങനെ ചില്ലും കൂടി കണ്ടപ്പോൾ ശിങ്കി എന്താടാ ശിങ്കിയല്ലേ, ശിങ്കിയാനൊന്നത് കഴിക്കാന്ന് കരുതി അല്ലേ. എത്തപ്പോ ശിങ്കിയാനപ്പ തരൂ. ഇത് ശിങ്കിയല്ല, लुचमी ए नाम लूसी 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 हाँ लूसी लूसी दे लूसी हाँ सिंगी माल हाँ लूसी 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 ലൂസി 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 തിന്നോട്ടെ. ലൂസി ഒന്ന് ഒന്നും മതി, അല്ലെങ്കിൽ തിന്ന് നോക്കിയിട്ട് എടുത്താൽ മതി. കണ്ടോ ഒന്നും അപ്പം അടുത്തുന്നട്ടെ. ഇത് കഴിച്ചതൊക്കെ എന്താ അവസ്ഥ അറിയാതെ. ഓക്കെ ആണോ? രണ്ടാം കഴിക്കാലാ? ആയിക്കോട്ടെ. ഇതാണ് പിന്നെ ടാസ്ക്. ടാസ്ക പപ്പടം പോലത്താണ്. പപ്പടോടെ ഇത് ചോളാണ്ടി ഒക്കെ ഉണ്ടോ? ചോളാണ്ടീൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ. പിന്നെ അരിയ റവയാണോ അറിയില്ല, ഒരു സൈസ് അരിച്ച് പറയാം. ഇതിവരെങ്ങനെയോ ഉണ്ടാക്കിയെടുക്കുന്ന സംഭവം ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. നമ്മുടെ എങ്ങനെ പറഞ്ഞില്ല, ചോളാണ്ടി കട്ട കുടിച്ച എന്താ അവസ്ഥ? അതന്നെ ചോളാണ്ടി കട്ട കുടിച്ച് അത് സംഭവം. ഇത് മാത്രം അല്ല, അതൊരു പപ്പടം പപ്പടം ടേസ്റ്റ് ഉണ്ട്. ചെങ്ങന്മാരെ ഞങ്ങൾ ഇന്ന് നിൽക്കുന്ന സ്ഥലമാണത്. ഇന്നിവിടെ നിൽക്കാന്ന് കരുതി അല്ലക്കാ. ഞങ്ങൾ അവിടെ അക്കരെ ഒരു സാധനം കണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേങ്കിൽ അത് 5 മണിക്ക് ക്ലോസാണ്. ഇപ്പം 5 മണി ആവാനായി. ഇനിയിപ്പോൾ ഈ നേരത്താണ് പോകണില്ല, രാവിലെ പോകാം. നമുക്ക് വേദം പ്രത്യേകിച്ച് അല്ലേ. ഇന്ന് ഞങ്ങളിവിടെ കുക്കിങ്ങൊക്കെ നേരത്തെ നോക്കട്ടെ. ചോദിച്ചാ പാൽ ചായ, പാലാണ് പാല്, ഒരു പാക്കറ്റ് പാലൊക്കെ വാങ്ങി ഞങ്ങൾ. ഈ പുറത്തേക്കുള്ളടാ കൂട്ടാപ്പോ. അപ്പം ചെങ്ങന്മാരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കണം. ഇന്നലത്തെ നമ്മുടെ കുട്ടനിറച്ചിയുണ്ട്, പിന്നെ ചോറും. ഇത് ഇന്നലെ നമ്മൾ ബാക്കിയായിരുന്നു, അപ്പോൾ അതാണ് ഞങ്ങൾ ഇന്നും ചൂടാക്കി കഴിച്ച് പോയപ്പോൾ ബാക്കിയല്ലേ, ഇവിടെ ഒന്നുമില്ലല്ലോ. ഏതായാലും ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ കിടക്കും. എന്നിപ്പോൾ ഈ ഒരു തുരുത്തിൽ ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോകുന്ന ഇരുടാണ്. അതിലൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. ഉള്ള തവളകളുടെയും അതുപോലെ തന്നെ സൗണ്ട് ഉണ്ട്, പിന്നെ ചുറ്റും ലൈറ്റാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗാനമേള സൗണ്ട്, അമ്പലത്തിലെ സൗണ്ട്, സ്റ്റേജ് പരിപാടി, ബാങ്ക് വിളിക്കുന്ന സൗണ്ട് ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.